ഞാൻ ചുമ്മാതെ അപ്പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ രണ്ടുപേര് പാടാവോ എന്ന് ചോദിച്ചു. ഞാൻ ഈ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ എൻ്റെ പാട്ടിൽ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ പറയാറുണ്ട്. അപ്പോൾ പറയുമ്പോൾ ഒക്കെ ചിലപ്പോൾ ഒക്കെ എന്നെ വഴക്കുറയും, ഇങ്ങനെയല്ല പാടുന്നത്. ചിലപ്പോൾ ഒക്കെ എനിക്ക് സങ്കടം വരും, ഇവൻ എന്താ എപ്പോഴും ഇങ്ങനെ പറയുന്നത്. അവൻ ശരിക്കും നന്നാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ആ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതൊരു വലിയ, നമുക്ക് പാടിയ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ അത് ലാസ്റ്റ് ടൈമിൽ ഇത് പ്ലേ ചെയ്യുന്നത്. ഒരു 8 ലൈനുള്ള പാട്ട് ഇത്രയേറെ പ്രഷർ ഏറ്റെടുത്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഓവർനൈറ്റ് ഒരു ഹോം മേക്കറിൽ നിന്നൊരു സെൻസേഷണൽ സിംഗറായി മാറിയ ആളാണ് നമ്മുടെ ഇവിടെ സിന്ധു ഡെൽസൺ. വെൽക്കം ടു റേഡിയോ മാംഗോ. താങ്ക് യു. ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിൽ. ആ പാട്ട് നമ്മളെല്ലാവരും കളങ്കാവിൽ കാണുന്നതിന് മുൻപേ തന്നെ ഒരു ലൂപ്പിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ജീവിതം മാറി മറിഞ്ഞോ? ജീവിതം മാറി, സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഒരു 8 ലൈനുള്ള പാട്ട് ഇത്രയേറെ പ്രഷർ ഏറ്റെടുത്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ മോന് ഈ പാട്ട് എനിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി തന്നപ്പോൾ സിനിമയിൽ വരുമെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. മോൻ വിൻസി ഡെൽസൺ, അയാൾ മുജി മജീദിൻ്റെ അഡീഷണൽ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് ഈ ലിറിക്സ് വന്ന സമയത്ത് ഒരുപാട് വേറെ സിംഗേഴ്സിനെയൊക്കെ അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പാടിപ്പിച്ചെന്ന് തോന്നുന്നു. അവർക്ക് ഈ സിനിമയുടെ ആ സിറ്റുവേഷനായിട്ടൊരു റെട്രോ ഫീൽ ചെയ്യുന്ന ഒരു വോയിസ് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡയറക്ടർക്കും പ്രത്യേകിച്ച് മമ്മൂക്കും കൂടെ അത് ഇഷ്ടപ്പെടുന്ന മമ്മൂട്ടി കമ്പനിയുടെ ഇതായതുകൊണ്ടിട്ട് അങ്ങനെ എന്നോട് വന്നിട്ട്, ഞാൻ ചുമ്മാതെ അപ്പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ രണ്ടുപേര് പാടാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് പഴയ പാട്ട് ഏതെങ്കിലും ഇവന് ജസ്റ്റ് ചിലപ്പോൾ അങ്ങനെ എന്നോട് പാടിക്കാറുണ്ട്, റെഫർ ചെയ്യാനൊക്കെ എന്തെങ്കിലുമൊക്കെ മൈൻഡിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു അയ്യോ ഇത് പുതിയ പാട്ട്, എനിക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. അപ്പോൾ പറഞ്ഞു ഡയറക്ടർ അവിടെ ഇരിക്കുവാണ്, അമ്മ ഒന്ന് ഞാൻ പാടിത്തരാം, അപ്പോൾ അമ്മ ഒന്ന് പാടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വേറൊരു ലിറിക്സ് ആയിരുന്നു ഉണ്ടായേ, അത് ഞാൻ പാടി. അപ്പോൾ തന്നെ അവർക്ക് അയച്ചു കൊടുത്ത് തിരിച്ചപ്പോൾ തന്നെ റെസ്പോണ്ടും വന്നു, ഇത് ഈ വോയിസാണ്, ഇത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒറിജിനൽ ലിറിക്സ് ഇട്ടിട്ട് പാട്ട് പാടിയത് ഞാൻ. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതെൻ്റെ മോനിലൂടെയാണ് എനിക്കത് സാധിക്കാൻ പറ്റിയത്. വീട്ടിലിരുന്ന് അമ്മയും മോനും തമ്മിലൊരു കംഫർട്ട് സോണിൽ പാടുന്ന പോലെ അല്ലല്ലോ ഒരു ആക്ച്വൽ സ്റ്റുഡിയോയിൽ പോയിട്ടൊരു സിനിമയ്ക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര എന്താ വ്യത്യാസം ഫീൽ ചെയ്തത്? എനിക്ക് ഒരു ഈസി ആയിട്ട് തോന്നിയതും അവരോട് ഓൾറെഡി എനിക്ക് പേടിയാണ് വേറൊരാളെ കാണുമ്പോഴത്തേക്കും. നമ്മൾ പുറത്തോട്ട് ഇറങ്ങണ ഒരു ഇതാണല്ലോ. പക്ഷെ അവൻ തന്നെയായിരുന്നു എൻ്റെ പാട്ട് റെക്കോർഡ് ചെയ്തേ. അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഒരു കംഫർട്ടിൽ പേടിയുള്ളതുകൊണ്ട് ഞാൻ തന്നെ റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ തന്നെയാണ് എൻ്റെ പാട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ച് ഈസി ആയിരുന്നു. പിടിപിടുത്തൊക്കെ നടന്നു? അതൊക്കെ ഉണ്ടായിരുന്നു. അവൻ ഒരുപാട് വിഷമിച്ചു പോയി. അവൻ എനിക്ക് ശരിയാക്കാൻ വേണ്ടിയാ പറഞ്ഞു. അവൻ പറഞ്ഞു ഇത് ബിഗ് സ്ക്രീനിൽ വരുന്നതാണ്, അമ്മ സാധാരണ വാട്സാപ്പിലോ മ്യൂസിക് ഗ്രൂപ്പിലൊക്കെ പാടുന്ന പോലെയല്ല, ഞാൻ അവിടെയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെയല്ല, ഇതൊരു ബിഗ് സ്ക്രീനിൽ വരുന്നതാണ്. കാര്യം ഈ ലിറിക്സ് ആദ്യം വരുമ്പോൾ നമുക്കറിയില്ലല്ലോ ഈ സിനിമയിൽ വരുമോ ഇല്ല എന്നുള്ളത്. ഇത് കൺഫേം ആയപ്പോൾ പിന്നെ അവൻ അതിൻ്റേതായ റിസ്കിലെടുത്തപ്പോൾ എനിക്ക് പാടാം. ഈ മൈക്കിൽ കൂടെ നമ്മളൊരു സ്റ്റുഡിയോ ഫീലിൽ പാടുമ്പോൾ സാധാരണ വെറുതെ ഇരുന്ന് പാടുന്ന പോലെ അല്ല അത്. അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടായി, ഞാൻ കരയുകയും ചെയ്തപ്പോൾ. അപ്പോൾ അവൻ പറഞ്ഞു സാരില്ല, ഇത് പാട്ട് നല്ല സക്സസ് ആകുമ്പോൾ നമുക്ക് സന്തോഷമാവും, അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഞാനും ഇങ്ങനെ തന്നെയാണ്. അവൻ ഗോപിസുന്ദറിൻ്റെ സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ അവിടെ വെച്ച് പാട്ട് പാടുമ്പോഴും അവനും ഇതുപോലുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് പകർന്നു തന്നത്. അതെനിക്കിപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി പാട്ട് ഇത്രയും ഹിറ്റായപ്പോൾ. ഏത് പോയിന്റിലാണ് സംഭവം കത്തി എൻ്റെ അമ്മ എൻ്റെ പാട്ട് ആളുകൾ പാടി നടക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കി? അത് ഈ ലിറിക്കൽ വീഡിയോ തുടങ്ങി ഇട്ടപ്പോൾ തന്നെ, റിലീസ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് യൂട്യൂബിൽ ഒത്തിരി വ്യൂസ് കണ്ടപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കും എത്ര വ്യൂസായി എന്ന് എല്ലാവരും പറഞ്ഞേ എനിക്ക് കേട്ടിട്ടുള്ളൂ. ഞാൻ അങ്ങനെ ഇങ്ങനെ യൂട്യൂബൊന്നും എടുത്ത് അങ്ങനെ കാണുന്ന ഒരാളല്ല. പക്ഷെ എൻ്റെ പാട്ട് വന്നപ്പോൾ ഞാൻ എപ്പോഴും അതിനകത്ത് കയറി നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ. അന്നത്തെ ദിവസം തന്നെ നല്ലപോലെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമും ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്ന ആളല്ല, ഫേസ്ബുക്കായിരുന്നു. പിന്നെ ഇതിന് കുറച്ച് മുമ്പായിട്ട് ഇൻസ്റ്റാഗ്രാമും എടുത്തു. അപ്പം അതിനകത്തൊക്കെ വരണം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എനിക്കത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല, അത്രയും സന്തോഷം തോന്നി. ഇത്രയും നല്ല പോസിറ്റീവ് കമൻറ്റ്സ് വന്നതിൽ ഭയങ്കരമായി ശ്രദ്ധിച്ച ഭയങ്കര സന്തോഷം തന്നിയ ഒരു റിയാക്ഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? കമൻസിലോ നേരിട്ട് പറഞ്ഞതോ? നേരിട്ട് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായി. കാര്യം ഞാൻ ഈ പാട്ട് പാടണ സമയത്ത് എൻ്റെ സംസാരിക്കണ വോയിസും പാടണ വോയിസും തമ്മിൽ രണ്ട് വേറെ വ്യത്യാസമുണ്ട്. അപ്പോൾ ചിലവർ ചേച്ചി തന്നെയാണോ പാടിയത്? എൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഈ ലോഞ്ചിങ്ങിനൊക്കെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ ലൈവിൽ എന്നെ കൊണ്ട് പാടിപ്പിച്ചു, ചേച്ചി തന്നെയാണോ ഇത് പാടിയതെന്ന് അറിയാൻ വേണ്ടിയിട്ട്
ഞാൻ തന്നെ പഴയപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ പെട്ടെന്ന് പാടുമ്പോൾ വേറൊരു വോയിസാണല്ലോ വരുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് പാടിയതാണോ അങ്ങനെ വോയിസ് എടുത്തിട്ട് അങ്ങനെ പറഞ്ഞ് പിന്നെ ആണെങ്കിൽ ഓരോരുത്തർ കമൻ്റ് ഇടുമ്പോൾ ലൂപ്പ് ചെയ്ത് കേൾക്കണ സോങ്ങാണ് ഇത്, ഞങ്ങളുടെ റിംഗ് ടോണാണ്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം. ഇനി ഇതിൽ പ്രധാന സന്തോഷം സിനിമയിലേക്ക് എന്താ പറയാ ഇത്രയും കാലത്തിന് ശേഷം ഒരു അവസരം ഡെബ്യൂ എന്ന് പറയുന്നത് ഒരു മമ്മൂട്ടി ചിത്രത്തിൽ വന്നു. മമ്മൂക്ക എപ്പോഴാണ് ഈ പാട്ട് കേട്ടത്, അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഒരു റിയാക്ഷൻ എപ്പോൾ കിട്ടിയത്, എപ്പോൾ നേരിട്ട് കാണാൻ പറ്റി? ഡയറക്ടറെ മിസ് ഡയറക്ടറെ മമ്മൂക്കയൊക്കെ ലോഞ്ചിങ് ടൈമിലാണ് നേരിട്ട് കാണുന്നത്. അതിക്ക് മുമ്പ് പക്ഷേ ഇവരിലൂടെ ഈ പാട്ട് അയച്ചു കൊടുത്തപ്പോൾ ഇവൻ ആദ്യമേ എൻ്റെ അടുത്ത് പറഞ്ഞു 2 ദിവസം വെയിറ്റ് ചെയ്യണം, മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെട്ടാലാണ് ഇത് എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ആയി, ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. പിന്നെ ഫോണിൽ കൂടെ ഉള്ള കോൺവെർസേഷൻ ആയിരുന്നു. ഇവനോട് പറയും, എനിക്ക് അവരോട് സംസാരിക്കാൻ പേടിയാണ് എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയുമ്പോൾ. അപ്പം ഇവനോട് പറഞ്ഞിട്ട് ഇവനാണ് എനിക്ക് എല്ലാം പറഞ്ഞു തരും. പിന്നെ പറഞ്ഞു എനിക്ക് അറിയാനുള്ളൊരിതുണ്ട് അവരെന്താ പറഞ്ഞത്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്ന് ചോദിക്കും എന്താ അവർ പറഞ്ഞത്, പാട്ട് കേട്ടിട്ട് എന്തോ പറഞ്ഞു, ഇനി തിരുത്തണമെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ പാടി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഓർത്ത് എനിക്ക് അവിടെ ഒന്നും കൂടി ശരിയാക്കാം, അങ്ങനെയുള്ളൊരു തോന്നൽ വന്നു എനിക്ക് അവിടെ. ഇനിയിപ്പോൾ ശരിയാക്കണ്ട അമ്മ, ഇത് പാടിയത് സെറ്റാവർക്ക്, ഇത് പാടിയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ മോൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക്. മോന്റെ കൂടെ ഒരുപാട് റിയാലിറ്റി ഷോസിലും കാര്യങ്ങളിലും ഒക്കെ പോയിട്ടുണ്ട്, അമ്മ കൂടെ നടന്നിട്ടുണ്ട്. അമ്മയാണ് താരം. അതെ അതെ. പക്ഷെ എന്തോ ഒരു റേഡിയോ മാംഗോ കണക്ഷനും കൂടി ഉണ്ട്. മോനൊരു 10-11 വയസ്സുള്ള സമയത്താണെന്ന് തോന്നുന്നു, ഹരിപ്പാടാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഹരിപ്പാട് ഇങ്ങനെ എനിക്ക് പാട്ടിനോടുള്ള ഇതുകൊണ്ട് ഇവൻ എവിടെയെങ്കിലും സ്റ്റേജിൽ കയറി പാടണം അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് കൊണ്ടിട്ട് ഇവനെ കൊണ്ടു നടക്കുമായിരുന്നു ഞാൻ 5 വയസ്സ് മുതൽ. അങ്ങനെ വന്നപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു വണ്ടി വരുന്നുണ്ട് റേഡിയോ മാംഗോൻ്റെ, അപ്പോൾ അവനെ കൊണ്ടൊന്ന് പഠിപ്പിച്ച് ക്യൂ നിന്നിട്ട് അവിടെ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലെ താരം. അതെ അതെ, നാട്ടിലെ താരം. ഇപ്പോൾ മോനെ പ്രൗഢാക്കിയ ഒരു അമ്മയാണ്. മോൻ എന്ത് പറയുന്നു? അത് ഞാൻ ഈ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ എൻ്റെ പാട്ടിൽ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ പറയാറുണ്ട്. അപ്പോൾ പറയുമ്പോൾ ഒക്കെ ചിലപ്പോൾ ഒക്കെ എന്നെ വഴക്കുറയും, ഇങ്ങനെയല്ല പാടുന്നത്, സ്മൂളി പാടുന്ന പോലെ അല്ല, കുറേ പഠിക്കാനുണ്ട്, കേൾക്കാനുണ്ട്. അവർ ഒരുപാട് പേരുടെ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ അവരിൽ നിന്നും കിട്ടുന്ന ആ ഇതൊക്കെ എനിക്കും പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ഒക്കെ ഞാൻ ചിലപ്പോൾ ഒക്കെ എനിക്ക് സങ്കടം വരും, ഇവൻ എന്താ എപ്പോഴും ഇങ്ങനെ പറയുന്നത്, അവൻ ശരിക്കും നന്നാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. പക്ഷെ എനിക്കപ്പോൾ ഒരു ചെറിയ സങ്കടമൊക്കെ വരുമ്പോൾ ഞാൻ പറയും ഞാൻ എന്തെങ്കിലും ഒരിക്കൽ സിനിമയിൽ പാടും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പം ഞാൻ ചോദിച്ചു, ഇപ്പം ഞാൻ പാടിയില്ലേ, ഇനി എനിക്കൊന്നും പറയാനില്ലെന്ന്. ഇപ്പം എങ്ങനെ ഇരിക്കണം? ഇപ്പം അങ്ങനെ പറയും, എനിക്കിനി ഒന്നും പറയാനില്ലെന്ന് പറയും. സിനിമയിൽ മമ്മൂക്ക ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ശബ്ദം അമ്മയുടെ പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ. ഓൾസോ അതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആ കാലഘട്ടം കാണിക്കുന്നതുകൊണ്ട് തന്നെ ഒരു വാക്ക്മാൻ ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. വാക്ക്മാൻ ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്? ഉണ്ടായിരുന്നു, എൻ്റെ വീട്ടിലുണ്ടായിട്ടുണ്ട്, വാക്ക്മാൻ ഉണ്ടായിട്ടുണ്ട്. ഇവൻ എന്നോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ പാടുന്നതാണ്, വാക്ക്മാനിൽ കൂടെ കേൾക്കണം. ചിലപ്പോൾ ബാക്കിലെ സൗണ്ട് കേൾക്കത്തുള്ളൂ, അറിയില്ലല്ലോ നമുക്ക്. സിനിമ വന്നു കഴിഞ്ഞപ്പോഴാണ് ആ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയണത്. അതൊരു വലിയ, നമുക്ക് പാടിയ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ അത് ലാസ്റ്റ് ടൈമിൽ ഇത് പ്ലേ ചെയ്യുന്ന ഭയങ്കര രസമായിട്ടുണ്ട്. തിയേറ്ററിൽ കണ്ടപ്പോൾ കരഞ്ഞല്ലേ? തിയേറ്ററിൽ കണ്ടപ്പോൾ വിഷമമായി. പിന്നെ 1-2 പേര് എൻ്റെ അടുത്ത് വന്ന് ലോഞ്ചിങ്ങിന് കണ്ട ചേച്ചിയല്ലേ ഈ പാട്ട് പാടിയെന്നൊക്കെ കേട്ടപ്പോൾ അത് സന്തോഷം തന്നെ. ഇപ്പോഴത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് 60s 70s പാട്ടുകളൊക്കെയാണ് ഇപ്പോഴും കൂടി വന്നിട്ടുള്ളത്. അതിലൊരു പ്രൂഫും കൂടിയാണ് ഈ നിലാക്കായനേരത്തിന്റെ ഇത്രയും വലിയൊരു സക്സസ്. അപ്പൊ ഞാൻ ചോദിക്കുന്നതാണ്, ഇപ്പൊ കയ്യിലൊരു വാക്ക്മാൻ ഉണ്ടെന്ന് വിചാരിക്കാം, നമ്മൾ കൊണ്ടുവരണം എന്ന് വിചാരിച്ചു, ഒപ്പിക്കാൻ പറ്റില്ല. ഒരു വാക്ക്മാൻ ഉണ്ടെങ്കിൽ സിന്ധു ഡെൽസന്റെ ഒരു 5 പാട്ടുകൾ അതിൽ പ്ലേ ചെയ്യാമെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള 5 പാട്ടുകൾ ഒരു വാക്ക്മാൻ പ്ലേലിസ്റ്റിൽ ഏതൊക്കെ പാട്ടുകൾ ആഡ് ചെയ്യും? ഞാൻ ഹിന്ദി തമിഴൊക്കെ ഞാൻ പാടാൻ ട്രൈ പാടാറുണ്ട്. അപ്പോൾ അതിൽ ഞാൻ സുജാത, എൻ്റെ മോനെയും കൊണ്ട് റിയാലിറ്റി ഷോയിന് പോയ സമയത്ത് സുജാത ചേച്ചിയുടെ മുൻപിൽ എനിക്ക് പാടാനുള്ളൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് മോൻ നല്ല മെലഡി ആവാൻ പാടുന്നത്, എനിക്കും മെലഡി ഇഷ്ടപ്പെട്ട ഒരാളാണ്. മെലഡി പാടിയപ്പോൾ സുജായിച്ച് മേണിച്ചേട്ടനും വന്ന് ചോദിച്ചു, സൂര്യ സിംഗറിലായിരുന്നു അത്, പറഞ്ഞു ഈ ഭാവം, പാട്ടിൻ്റെ ഭാവം മോൻ ആരിൽ നിന്നാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു അത് എൻ്റെ അമ്മയിൽ നിന്നാന്ന് പറഞ്ഞു. അമ്മ പാടുമോ എന്ന് ചോദിച്ചു. പാടും എന്ന് പറഞ്ഞപ്പോൾ എന്നെ കൊണ്ട് അന്ന് പാട്ട് പഠിപ്പിച്ചു. സീമന്തരേഖയിൽ നിന്നുള്ള പാട്ടായിരുന്നു പാടിയത്. വാക്ക്മാനിലേക്ക് വേറെ ഏതൊക്കെ പാട്ട് ആഡ് ചെയ്യായിരിക്കും? വാണിയമ്മയുടെ ബോലരെ പപ്പിഹര ഹിന്ദിയിൽ. വൺ ലാസ്റ്റ് സോങ്, ഒരു പാട്ടും കൂടി നമുക്ക് അതിൽ ആഡ് ചെയ്യാം. 3ാമത്തെ പാട്ട് ഈറൻ കാറ്റിൽ. എനിക്ക് തോന്നുന്നു ഓൾറെഡി അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞെന്ന് തോന്നുന്നു. പാട്ടിൽ ഏറ്റവും ഇഷ്ടം, ഇനിയിപ്പോൾ ശ്രേയാ ഘോഷാലും വാണി ജയറാം ലിസ്റ്റിൽ ഓൾറെഡി വന്നു. ആരൊക്കെയാണ് ഏറ്റവും ഇഷ്ടം? ഒരു മ്യൂസിക്കൽ ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത് ആരൊക്കെയാണ്? ജാനകിയമ്മയുടെ പാട്ടാണ് ഒരുപാട് കേൾക്കാൻ. ചിത്രേച്ചിയുടെ, മിൻമിൻ ചേച്ചി, പിന്നെ
വാണിയമ്മ, ജനയമ്മ, ശ്രേയ ഘോഷാലിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയാളുടെ എക്സ്പ്രഷനാണല്ലോ പാട്ടിലൊക്കെ. അപ്പം എല്ലാം ഞാൻ കേൾക്കും, ട്രൈ ചെയ്യും, വീട്ടിലിരുന്ന് പാടും. ഇപ്പം എന്തായാലും സിനിമയിൽ പാടാൻ കിട്ടി. സീനിയർ സിംഗേഴ്സിൽ നിന്ന് ആകെ വ്യത്യാസമായിട്ട് ഒരേ ഒരു പേര് പറഞ്ഞ ശ്രേയ ഘോഷാൽ മാത്രമാണ്. എന്താ കാര്യം? എന്താ? ശ്രേയ ഘോഷാലിൻ്റെ പാട്ട് ഭയങ്കര മെലഡിയസ് ആയിട്ടും അതിനൊരു ആ വോയിസിൽ തന്നെ ഒരു ഭയങ്കര ഒരു ഡൈനാമിക്സ്, അതിൻ്റെയൊക്കെ ഒരു ഭയങ്കര, അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒത്തിരി പാട്ടുകൾ ഇഷ്ടമാണ്. സിൽസിലായെ മോൻ്റെ കൂടെ ഒരുപാട് പെർഫോമൻസസിന് കൂടെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലാതെ അമ്മയുടെ പാട്ടിന്റെ വഴികൾ എങ്ങനെയായിരുന്നു സ്കൂൾ കോളേജ് ടൈമിലൊക്കെ? ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പാടിയിട്ടുണ്ട്, അല്ലാണ്ട് കോളേജിലൊന്നും പാടിയിട്ടില്ല. സ്കൂളിൽ കോമ്പറ്റീഷന് ഞാൻ വീട്ടിൽ അങ്ങനെ കൊണ്ടുപോകാൻ അന്നൊന്നും ആരുമില്ല. പാട്ടിനെ പ്രോത്സാഹിപ്പിക്കും, പക്ഷെ ഇങ്ങനെ കൂടെ കൊണ്ടുനടക്കാൻ ഉണ്ടായിട്ടില്ല. അപ്പം എനിക്ക് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള ഇൻസ്പിറേഷൻ കൊണ്ട് ഞാൻ വീട്ടിൽ പറയാതെ ബസ്സിൽ കയറിയിട്ട് തേവരയിൽ അവിടെ വെച്ചൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ വീട്ടിൽ പറയാതെ പോയി പങ്കെടുത്തു. ഇനി പ്രൈസ് കിട്ടിയാൽ പറയാം, അത് 9ാം ക്ലാസ്സിൽ വെച്ചായിരുന്നു. പ്രൈസ് കിട്ടിയാൽ പറയാം, ഇല്ലെങ്കിൽ പറയണ്ടെന്നുള്ള ഇതിൽ ചെന്നിട്ട് ഞാൻ ജാനകിയമ്മയുടെ ഒരു കാസറ്റിൽ നിന്ന് ക്ലാസിക്കൽ സോങ്സ് വാതാബി ഗണപതിയും കേട്ട് പഠിച്ചിട്ട് അത് അവിടെ പോയി പാടി. പക്ഷെ എനിക്ക് സെക്കൻഡ് കിട്ടി, പ്രൈസ് കിട്ടി. ലൈറ്റ് മ്യൂസിക് പഠിച്ച് പാടി, അതും 2 പ്രൈസും കിട്ടിയിട്ട് വീട്ടിൽ വന്ന് പറഞ്ഞു, ഇന്ന് പ്രൈസ് വാങ്ങാൻ വേണ്ടി പോകണം നമുക്ക്. ഞാനിങ്ങനെ പോയി പാടിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഒരു ഭയങ്കര ഓർമ്മകളാണ് ഇപ്പോൾ. ഞാൻ എൻ്റെ മോനിലൂടെ ഇപ്പോൾ അതൊക്കെ ഒരുപാട് 5 വയസ്സ് മുതൽ ഞാൻ മോനെയും കൊണ്ട് നടക്കുവാണ്. അവനും ഒരുപാട് കോമ്പറ്റീഷനിൽ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ അവനിലൂടെ സഹായിച്ചു. പിന്നെ ഇളയ മോനുണ്ട്, +1 പഠിക്കുന്ന മെബിൻ. അയാൾ ഫുട്ബോള്, അതാണ് ക്രേസ് അയാൾക്ക്. അവൻ്റെ പപ്പ അതാണ്, ഫുട്ബോളാണ്. അപ്പം അയാൾ അതിൽ ഒരാൾ അമ്മയുടെ വഴിക്ക് ഒരാൾ അച്ഛൻ്റെ വഴിക്ക്. തമിഴ് പാട്ടാണല്ലോ ആദ്യമായിട്ട് സിനിമ? അതെ. തമിഴ് അറിയുന്നുണ്ടായോ? ഇതിനു വേണ്ടി പഠിച്ചോ അങ്ങനെ എന്തെങ്കിലും? തമിഴ് പാട്ട് ഞാൻ ഓൾറെഡി പാടാറുണ്ടല്ലാതെ, പക്ഷെ ഈ പാട്ട് പറഞ്ഞപ്പോൾ പ്രൊനൗൺസിയേഷൻ നമുക്ക് തെറ്റുമല്ലോ. അപ്പോൾ അവൻ പഴയ റെഫർ ചെയ്യാൻ വേണ്ടി കുറച്ച് ജാനകിയമ്മയുടെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കേട്ട് പ്രൊനൗൺസിയേഷനൊക്കെ പഠിച്ചു. ആദ്യം കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായി, അത് വിനായക് ശശികുമാറാണ്. പിന്നെ ഹരിത ബാബു, രണ്ടുപേരും കുറച്ച് അത് പറഞ്ഞ് തിരിച്ചയച്ചു, കറക്റ്റായിട്ട് പാടി അയച്ചു. അപ്പം ഞാൻ തമിഴ് പാട്ട് പാടുന്നതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സ്മ്യൂളിലാണ് കുറേ പാട്ടുകൾ പാടിയിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? സ്മ്യൂളിൽ ഈ പാട്ട് വന്നത് ശ്രദ്ധിച്ചായിരുന്നോ? ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ ലിറിക്കൽ വീഡിയോ എത്തിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ പാടുകയും ചെയ്തു. കണ്ടായിരുന്നു ലിറിക്സ്. ഞാൻ പോയി പാടി, അതിലാണല്ലോ പാടി ശീലിച്ചേക്കുന്നത്. അപ്പം ഞാൻ പോയി പാടി, വേറെ ആൾക്കാരൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനത് പാടി ഓൾറെഡി. ഞാൻ അത് സൈലന്റ് ആക്കി വെച്ചു, വേറെ ആരും കാണണ്ട, ഇനി പേര് കാണുമ്പോൾ പ്രൈവറ്റ് ആക്കി വെച്ചു. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ചുമ്മാ ഈ പാട്ടിനെ പറ്റി ഗൂഗിൾ ചെയ്തപ്പോഴേ ഇങ്ങനെ സ്മ്യൂളിൽ ഈ പാട്ട് എടുക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ എൻ്റെ അമ്മയെ സ്മ്യൂളിൽ പാടിക്കൊണ്ട് ലിറിക്കൽ വീഡിയോയില് ഇറങ്ങിയ പിറ്റേ ദിവസം തന്നെ അതിനകത്ത് വന്നായിരുന്നു. അപ്പൊ അതായിരിക്കും ഭയങ്കര. അപ്പൊ ഞാൻ ഓടി എല്ലാരും കാണിച്ചതുകൊണ്ട് ഇതിലും വന്നല്ലോ. ചെറുപ്പം മുതലേ പാടി നടന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള ഒരു പാട്ട് ഏതായിരിക്കും? സ്വർണ്ണമുകിലേ, അതെപ്പോഴും പാടുമായിരുന്നു. ദാസേട്ടൻ്റെ പാട്ടാണ് ഞാൻ കൂടുതൽ പാടുന്നത്. ആണുങ്ങളുടെ പാട്ടെടുത്ത് ദാസേട്ടൻ്റെ ജബ്ദീപ് ചലയാന, നിസാഗ് അമ്മപ്പനി, അതൊക്കെയാണ് പാടിക്കൊണ്ട് നടക്കുന്നത്. എപ്പോഴും പാടിക്കൊണ്ട് നടക്കണം ആ പാട്ടുകളാണ്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് എനിക്ക് കേൾക്കാനും അത് കേട്ടോണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം ദാസാറിൻ്റെ. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഈ കുട്ടി എന്താണ് എപ്പോഴും ഈ മെയിൽ സോങ് പാടുന്നതെന്ന്. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടംപോലെ പഠിക്കാനുണ്ടല്ലോ അതിൽ നിന്ന്. വരാനുള്ളത് എങ്ങനെ വന്നാലും നമ്മളെ തേടി വരുന്നൊക്കെ പറഞ്ഞ പോലെ ഈ പ്രായത്തിലും ഈ ഇത്രയും വലിയൊരു സ്റ്റാർട്ട്, അതും മമ്മൂക്ക സിനിമയിൽ വരിക എന്നുള്ളത് കൊണ്ടായില്ലല്ലോ. അത് ശ്രദ്ധിക്കപ്പെടുക, അത് ഹിറ്റാവുക, ഇത്രയും പേര് സ്നേഹം കിട്ടുക, ഇത്രയും വൈഡ്ലി ആക്സെപ്റ്റ് ചെയ്യപ്പെടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. ആൻഡ് ഇറ്റ് വാസ് മെന്റ് ടു ബി എന്ന് എനിക്ക് തോന്നുന്നു ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ. ഇതങ്ങനെ ഇതിലും മേളിലേക്ക് തന്നെ പോട്ടെ. ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയത്. താങ്ക് യു.